അങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ നാരായണ കാര്യം ആലോചിച്ച് പോയി. അത്ര നല്ല മനുഷ്യൻ, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത മനുഷ്യൻ. മനുഷ്യനങ്ങനെ വ്യായാമത്തിന് വേണ്ടി, മനസ്സിൻ്റെ ആനന്ദത്തിന് വേണ്ടിയും കുന്നിൻ്റെ താഴെ നിന്ന് വലിയ കല്ല് കുന്നിൻ്റെ മുകളിലേക്ക് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ ഉരുട്ടിക്കയറ്റിയ ശേഷം അങ്ങ് മുകളിൽ ചെന്ന് ആ കല്ല് താഴേക്ക് ഉരുട്ടി വിടുമ്പോൾ ആ കല്ല് പൊങ്ങിത്തെറിച്ച് താഴേക്ക് തെറിച്ച് പോയി. അങ്ങനെ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് നിൽക്കും. അത് കണ്ടിട്ട് കൈകൊട്ടി ചിരിക്കും. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് അത് മാത്രമാണ് ഒരു ആഹ്ലാദമായിട്ടുള്ളത്. വേറെ ഒരു ആഹ്ലാദവുമില്ല. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഉണ്ടായ പാടെ തന്നെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും കടന്നു പോയതാണ്. വരരുചി, അതായിരുന്നു നാരായണ അച്ഛൻ്റെ പേര്. ഓരോ കുഞ്ഞുണ്ടാകുമ്പോഴും വരരുചി ഭാര്യയോട് വിളിച്ച് ചോദിക്കും, കുഞ്ഞിന് വായുണ്ടോ എന്ന്. ഉണ്ട് തിരുമേനി എന്ന് പറയുമ്പോൾ പറയും, വാക്കേറിയ തമ്പുരാൻ ഇരയും തരും, അതുകൊണ്ട് അവിടെ ഇട്ട് വെച്ചിട്ട് പോരൂ എന്ന് പറയും. അങ്ങനെ അവിടെ മനസ്സോടുകൂടി ആ അമ്മ ആ നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ഒരു ഇലയിൽ അവിടെ കിടത്തിയിട്ട് ഭർത്താവിൻ്റെ വാക്കുകൾ അനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പോകും. അങ്ങനെ 12 മക്കളെയും പെറ്റു. അതിൽ 12ാമത്തെ ആളാണ് നമ്മളിപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു ക്ഷേത്രമുള്ള വായില്ല കുഞ്ഞിലപ്പൻ. അദ്ദേഹം 12ാമത്തെ കുഞ്ഞുണ്ടാകുമ്പോഴും ഒരു കുഞ്ഞിനെയെങ്കിലും വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ആ അമ്മയുടെ പതിവ് ചോദ്യം ചോദിക്കും, കുഞ്ഞിന് വായുണ്ടോ എന്ന്. ഉടനെ അമ്മ പറയും, വായില്ല എന്ന് പറയും. ഒരു കുഞ്ഞിനെയെങ്കിലും കൂടുതൽ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞത്. അങ്ങനെ പതിവ്രതയായ ആ അമ്മ ഒരു കള്ളത്തരം പറഞ്ഞു. ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വായു പൊത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്നു. വായു തൊട്ടാൽ കുഞ്ഞ് കരയും. വായുണ്ടായിട്ടല്ലേ, കള്ളത്തരം പറഞ്ഞില്ല എന്ന് വിചാരിച്ച് അത് വായു പൊത്തിപ്പിടിച്ചുകൊണ്ട് പുറകെ നടക്കും. കുറേ കഴിഞ്ഞ് അദ്ദേഹം ബസ്സിലേക്ക് ഇരുന്നു. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മെല്ലെ വായു പൊത്തിപ്പിടിക്കുന്ന കൈ മാറ്റി മെല്ലെ തുണി വെച്ച് നോക്കി. അത്ഭുതമെന്ന് പറയട്ടെ, അപ്പോൾ ആ കുഞ്ഞിന് വായുണ്ടായിരുന്നില്ല. അതാണ് 12ാമത്തെ കുഞ്ഞ്. ആ അമ്മ പറഞ്ഞത് സത്യമായി. ആ കുഞ്ഞ് ഇന്ന് കേരളത്തിൽ ഒരു ക്ഷേത്രമുള്ളതാണ് വായില്ല കുഞ്ഞിലപ്പൻ. ഇതിൻ്റെ നാരായണത്തിൻ്റെ കാര്യം ഇത്രയും അങ്ങ് ഓർത്തുപോയി. നന്ദി, നമസ്കാരം.